Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner.
എന്ത് കാര്യം? ഞാനിപ്പോൾ ട്രെയിനിലാണ്, ട്രിച്ചി. കൂടെ അമ്മയുണ്ട്. ഞങ്ങളൊന്ന് അനുവിൻ്റെ വീട് വരെ പോവാം. എന്റെ വീട്ടിലേക്കോ? എന്തിന്? അത് പിന്നെ ഇയാളെ കല്യാണം ആലോചിക്കാൻ. എന്നോടൊന്ന് പറയാതെ ഇപ്പൊ എന്തിനാ? ഇനി തനിക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഇഷ്ടക്കുറവൊന്നുമില്ല. അതല്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിതങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അഡ്രസ്സും സതിചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ? അതെ. എത്തിയോ ഫ്ലാറ്റില്? ഞാൻ ഫ്ലാറ്റിലെ. ഏതാണ്ട് ഒരു 3 മണിയാവുമ്പോ ഞങ്ങൾ അങ്ങ് എത്തും തോന്നുന്നല്ലേ? ഐലൻഡ് എക്സ്പ്രസിലല്ലേ? ഐലൻഡ് ഹരിപ്പാട് എത്തുമ്പോ ഷാർപ്പ് 4 മണിയാവും. ഓക്കെ. അതെ, താൻ അമ്മയെ വിളിച്ച് വിവരം ഒന്ന് പറഞ്ഞേക്ക്. എന്താ ഈ പറയുന്നേ? എന്നോടൊന്നും പറയാണ്ട് പോയ ആളല്ലേ. ഇനി ഒറ്റയ്ക്കങ്ങ് ഡീൽ ചെയ്തോ. എനിക്കങ്ങ് വയ്യ. അങ്ങനെ പറഞ്ഞത് എങ്ങനെയാ? ഇത് 2 പേർക്കും വേണ്ടിയിട്ടുള്ള കാര്യല്ലേ? എങ്കിലും ഞാൻ എങ്ങനെയാ? പ്ലീസ് അനു, നീ ഒന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ അമ്മയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞോളാം. என்ன எனக்கு வேணாம். டேய் சாப்பிட்றா. டேய் இந்த பெரிய எண்ணெய் சாப்பிடுறது பாருடா. மேட்டர் சிம்பிள் மச்சி. ஒரு நிமிஷம் அண்ணே. யாரா அது? முதலாளி பொண்ணை காதலிக்கிறது தப்பா அண்ணே? கிடையவே கிடையாது. 8வது வயசுல இருந்து நான் அவ வீட்டுல வேலை பார்க்குறேன். அப்படியே நான் அவளை காதலிக்க ஆரம்பிச்சாச்சு. சார், இனி ஒரு சான்ஸும் கூடி. இவனெல்லாம் வேலைக்காவாது. என்னடா பண்ற? இப்படியா நடிக்கிறது? இன்னும் ஒரு வாட்டி சான்ஸ் கேட்டா உன்னை தொலைச்சிடுவேன். அவ்வளவுதான். ஒரு சான்ஸ் கூடி சார். നാളെ അവക്കിനി എന്ത് മേടിച്ചോണ്ട് പോവും? മാളൂട്ടിക്കോ? കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടുന്ന് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മറ്റേ ഊട്ടി ആപ്പിളില്ലേ, കണ്ടപ്പോൾ ഞാനത് കുറച്ച് മേടിച്ചോണ്ട് പോയി. ഇന്നലെ ഇപ്പോൾ എന്നെ വിളിച്ച് പറയുക, അമ്മ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലെ ചെറിയ ആപ്പിൾ മേടിച്ചോണ്ട് വരണമെന്ന്. ഞാനിന്ന് വരുന്ന വഴി 2-3 ഫ്രൂട്ട്സ് കടയിൽ നോക്കി, അത് മാത്രമില്ല. ഇനി ഊട്ടി ആപ്പിൾ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാനും പറ്റത്തില്ല. വീട്ടിൽ നിന്ന് വിളിച്ചില്ലേ? ഇല്ല. ഒന്ന് വിളിച്ച് ചോദിക്കുക എന്തായിന്ന്. സതിച്ചേച്ചി ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയത്. വെറുതെ ഒരു കല്യാണാലോചന. എടി മോളെ, എല്ലാരും അങ്ങ് മണ്ടന്മാരാണെന്ന് വിചാരിക്കല്ലേ. സംഗതി ശരിയാ. നിന്നെ കണ്ടതിന്റെ അന്ന് മുതല് അരുൺ നിന്റെ പുറകെ നടക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച
നിന്നെ വന്ന് കണ്ട് ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പൊ നീ നിന്റെ വീട്ടുകാരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നു. നിന്റെ പാർട്ടെല്ലാം കറക്റ്റാ. പക്ഷേ എനിക്കൊരു ഡൗട്ട്. എന്തായിരുന്നു ഇന്നലെ രാത്രി? ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു 11 മണി കഴിഞ്ഞു കാണും. അരുൺ നിന്നെ വിളിച്ചു. നിങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ സംസാരിച്ചു. അതിനിപ്പോ എന്താ? എന്ത് സംസാരിച്ചു? എന്നോട് വീട്ടിലേക്ക് വരാനുള്ള വഴി ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. നിന്റെ അഡ്രസ് ഞാനവന് പറഞ്ഞു കൊടുത്തതല്ലേ. പിന്നെ ഇനി വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ എന്തോ? അല്ലെങ്കിൽ 1/2 മണിക്കൂർ എടുത്ത് ഇത്ര വിശദമായിട്ട് വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ല, ചോദിച്ചാ പിന്നെ അവൻ നിന്നെ കറക്കി എടുത്തു മോളെ. പിന്നെ നല്ല പയ്യനെ അവൻ. പിന്നെ ആഹാ, നമ്പരൊക്കെ സേവ് ചെയ്തല്ലേ? അരുണ, വഴി ചോദിക്കാൻ വിളിക്കായിരിക്കും. ഹലോ. ഞങ്ങളൊരു 5 മണിയായപ്പോ ഹരിപ്പാട് എത്തിയിട്ടോ. അനുവിന്റെ അമ്മയെ കണ്ട് സംസാരിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കെല്ലാം ഓക്കെയാണ്. അനുവിന്റെ വല്യമ്മാവനോട് ഉണ്ടായിരുന്നു. പുള്ളിയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അനു പറഞ്ഞതുപോലെ അനുവിന്റെ വീട്ടുകാരും തീരുമാനം എടുക്കട്ടെ. ഹലോ, എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ കേൾക്കുന്നുണ്ട്. സതി ചേച്ചിയോടൊന്നും വിവരം പറഞ്ഞേക്കൂ. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ലില്ല, കഴിക്കാൻ തുടങ്ങായിരുന്നു. എനിക്കൊരു കാര്യം சொல்ல വേണ്ടിയിരിക്ക. എന്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനെല്ലാം നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് തന്നെ കാര്യം. ഇനിയിപ്പോ ഇങ്ങനെ പുറത്തൊന്നും വെച്ച് കാണണ്ട. എന്തു പറ്റി? എനിക്ക് പേടിയാ. നിന്റെ ഈ പേടിയൊക്കെ ഇനി എന്നാ തീരുന്നത്? എന്റെ ഈശ്വര, ട്രെയിൻ ലേറ്റ് ആവോ എന്തോ. വന്നേ. റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനും വന്നേനെ. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ടുവിട്ടിട്ട് നീ സൈറ്റിൽ തിരിച്ചെത്തുമ്പോ 10 മണിയാവും. സീതാപേട്ടയിൽ ഈ സമയത്ത് ഒടുക്കത്തെ ബ്ലോക്ക് ആയിരിക്കും. ദേ, ഞാനും കൂടി ഇല്ലാതെ നീ വൈകിയാലേ മോളെ അൻപുമണി സാറിന് വട്ടാവും. ഛേ, നാശം. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. വാ. ആ 9th ഫ്ലോറിലെ ബാത്റൂം 1 മീറ്റർ ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വാഷ് ബേസിൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അത് തന്നെ, ഓർത്തോളണം. ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ശരി. ശരി, ഇതാ. എന്നാ പോയിട്ട് വരാം. മാളൂട്ടിയുടെ അന്വേഷണം പറയണേ. തീർച്ചയായും. 10 ദിവസം കഴിയുമ്പോ ഇങ്ങ് എത്തില്ലേ? ആ. അമ്മാവൻ എപ്പോ പോയി? അപ്പോഴേ ഇറങ്ങി. നിനക്ക് വേണ്ടി ഇതങ്ങ് ഉറപ്പിക്കാമെന്ന് അമ്മാവൻ പറഞ്ഞത്. എന്റെയും അഭിപ്രായം അത് തന്നെയാ. പിന്നെ
ഇവിടുന്ന് കുറച്ചു പേര് അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് വരും. നീ എന്തോ പറയുന്നു? അതല്ല, അമ്മ തന്നെ തീരുമാനിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ അമ്മാവനെ കൊണ്ട് വിളിപ്പിക്കാം. പയ്യന്റെ ഫോൺ നമ്പർ അമ്മാവന്റെ കൈ കൊടുത്തേച്ചുവാ പോയത്. പിന്നെ വേറൊന്നുമില്ലല്ലോ? ഇല്ല. ആഹാരമൊക്കെ കഴിച്ചോ? ഞാൻ കറി ഉണ്ടാക്കുമായിരുന്നു. വല്ലതും നേരത്തിനെടുത്ത് കഴിക്കണ്ടേ കൊച്ചേ? ഇനി കല്യാണമൊക്കെയാ വരാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കാതെ കോലം കെട്ട് നീ ഇനി വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിക്കല്ലേ. അതിന് ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? പിന്നെ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടായോ? ഉണ്ടാക്കി കഴിക്കാനുള്ള മടി കൊണ്ടേ നീ വേണമെങ്കിൽ ഒന്നും കഴിക്കാതെ ചുരുളൂട്ടി അങ്ങ് കിടക്കും. ശരി ശരി, എന്നാ ഫോൺ വെച്ചേക്ക്. ശരി. സതിച്ചേച്ചി പച്ചയ്ക്ക് അങ്ങ് ചോദിച്ചപ്പോ സത്യം പറഞ്ഞ് ഞാൻ ആകെ ചമ്മി. എന്നിട്ട് ഞാൻ ആരെന്ന് വിചാരിച്ചേ? ഞാൻ ഒന്നും അറിയാത്തോലെ അങ്ങ് ആക്ട് ചെയ്തു. ഇവിടെ പത്രം മാത്രമേ ഉള്ളല്ലോ, എൻവലപ്പൊന്നുമില്ല. ശരിക്കും നോക്ക്. നോക്കി. ഇനി വാതിലിനിടയിലൂടെ അകത്തേക്ക് എങ്ങാനും ഇട്ട് കാണോ? ആ, എന്നാ ഞാൻ വരുമ്പോ എടുത്തോളാം. അതെ അരുൺകുമാർ സാറേ, ഇങ്ങനെ ഡെയിലി ഇവിടെ വന്ന് പത്രം കളക്ട് ചെയ്യുന്നതിന് ചെലവ് ചെയ്യണം കേട്ടോ. ശരി ശരി. എന്റെ ബൈക്ക് അവിടെ ഉണ്ടോ എന്ന് താനും നോക്ക് പ്ലീസ്. ഇപ്പൊ തന്നെ നേരം വൈകി, എനിക്ക് സമയമില്ല. അതിന്റെ ലോക്ക് ശരിയല്ല, അതുകൊണ്ടല്ലേ. പിന്നെ അത് മോഷണം പോയെന്ന് ഞാൻ ഇന്നലെ സ്വപ്നവും കണ്ടു. അത് അവിടെ തന്നെ ഉണ്ടാവും, ആരെടുത്തോണ്ട് പോവാനാ? അതിനാ പൊട്ട ബൈക്ക് ആർക്ക് വേണം? എനിക്കത് പറയാം. 5533 എന്റെ ലക്കി നമ്പർ അത്. சார், இங்கே வந்து லிஃப்ட்டு அவசரத்துக்கு வேலை செய்யாது. என்ன பண்ணுறது? நம்ம அர்ஜென்ட்டாக போகணும்னு நினைக்கும் போது அது தகராறாயிடும். அப்பா, இந்த செக்யூரிட்டி வேலையெல்லாம் முடிச்சுட்டு வேறு ஏதாவது வேலையை பார்க்கணும் சார். கடவுளே, இந்த வயசுலே மாடியெல்லாம் ஏறி இறங்கி ரொம்ப கஷ்டம், ரொம்ப கஷ்டம் சார். நான் வந்து 7 பில்லு கொடுக்கணும். இந்த ஃப்ளோர் 7, அது 8, அதுக்கப்புறம் 9. 9வது ஃப்ளோரில் ரைட் சைடில் 9C. ஓகே ஓகே, தேங்க்யூ சார். சார், 9வது ஃப்ளோரில் ரைட் சைடில் 9C. ஓகே சார். ഹലോ, ഞാനിവിടെ വേറൊരു ആവശ്യമായിട്ട് വന്നതാ. അപ്പൊ പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോന്ന് കരുതി. ഒന്നും പറയണ്ട.
2-3 ദിവസം കംപ്ലീറ്റ് അലച്ചിലായിരുന്നു. കൊള്ളാം, സെറ്റപ്പ് ആണല്ലോ. ഇതെങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്ത ഫ്ലാറ്റാ? ഇവിടെ ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. എന്നെ കാണാൻ ഇവിടെ ആരും വരണ്ട. ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാ? നീ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കണ്ട. ആ ഏയ്, എന്താ ഇത്? ഏയ് അനു, 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 അനു. അനു, വാതിൽ തുറക്ക്. ഹലോ, ആ എന്താടാ? ഞാനിപ്പോൾ ചെന്നൈയിലാ. ഇല്ല, അത് തുടങ്ങാനായിട്ട് ഫിക്സ് ചെയ്യുന്ന ഡേറ്റ് മാറി. 4-5 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താ. എൻ്റെ കയ്യിലെ കാശൊക്കെ തീർന്നു. കുറച്ച് കാശ് കടം മേടിക്കാൻ ഓർത്താ. ഞാൻ നിന്നെ വിളിച്ചോളാം. ഒന്ന് കാണാൻ വന്നത് നിനക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. സോറി, ഇനി ഉണ്ടാവത്തില്ല. നീ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അവിടെയുള്ളതെന്ന് എറിഞ്ഞ് പൊട്ടിക്കണ്ട. എനിക്കൊരു തമിഴ് പടത്തിൽ തലകാണിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് വന്നത്. അതുവരെ പിടിച്ചു വയ്ക്കാൻ കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അനു, അനു,
ഹലോ ചേ. ആ, അതിന് ഞാൻ ഇപ്പൊ ഫ്ലാറ്റിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഇല്ലെന്നേ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടി പറ്റിയിട്ടില്ല. നോക്കട്ടെ. ഇൻഷുറൻസ് മെച്ചൂർ ആയതിന്റെ ഡീറ്റെയിൽസ്. നീ എമൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. 6,59,317 രൂപ. അത്ര ഉണ്ടായിരുന്നോ? ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ? പറയില്ല. പറയില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെയുണ്ട്. സർപ്രൈസാ ആണെന്ന് വെച്ചോ. ഞാൻ വന്നിട്ട് പറയാം. ഇനി കസിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ വരൂ? അതിന് കല്യാണം മറ്റന്നാളല്ലേ? അത് കഴിഞ്ഞ ഉടനെ ഞാൻ വണ്ടി കയറും. ഇപ്പൊ കല്യാണ വീട്ടിൽ നിൽക്കുകയാണോ? പിന്നല്ലാതെ. ഹലോ. ഒന്നും മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുമ്പോ തന്നെ വാതിലും പൂട്ടി പോവാ നീ. അപ്പൊ പിന്നെ മനുഷ്യന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതേതായാലും നന്നായി.
ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേക്കല്ലായിരുന്നു. ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അനു, നീ എന്തായി കാണിക്കുന്നേ? എന്തെങ്കിലും പറ്റിയോ? നീ അവിടെ ഇരുന്നേ. എന്താ ഉദ്ദേശം? വേദനയുണ്ടോ? കുറച്ചു നേരത്തേക്ക് കാലിന് സ്ട്രെയിൻ കൊടുക്കണ്ട. നീ പോയി റെസ്റ്റ് എടുത്തോ. പോയി റെസ്റ്റ് എടുത്തോ. എന്നെ ആരും തൊടണ്ട. ഞാനല്ലാതെ നിന്നെ പിന്നെ ആര് തൊടാനാ? വന്ന കാര്യം കഴിഞ്ഞില്ലേ, ഇനി പോകാലോ. എന്താ? എന്തു പറ്റി? ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വാ, നീ വാ, വന്ന് കഴിക്ക്. വാ. ഒന്ന് തുറന്നേ. എന്തിനാ? ഒന്ന് തുറക്ക്. എനിക്ക് കുളിക്കണം. ഓഫീസിൽ പോകേണ്ടതല്ലേ? ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് പോവും. നിനക്കത് കഴിഞ്ഞിട്ട് പോവാം. ഓഫീസിൽ വിളിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഹാഫ് ഡേ ലീവ് എടുക്ക്. കഴിഞ്ഞില്ലേ? അനു, ദേ നിന്നെ ആരോ വിളിക്കുന്നു. ഹലോ 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 ഹലോ, ഇതാരാ? ഇതാരാ? ഇത് അനുവിന്റെ നമ്പറല്ലേ? അനുവിന്റെ നമ്പറാണ്. ഇതാരാ സംസാരിക്കുന്നേ? ഇത് അരുണാണ്. അനുവിനൊന്ന് കൊടുത്തേ. അത്യാവശ്യമാണോ? എന്താ കാര്യം? കാര്യം ഞാൻ അനുവിനോട് പറഞ്ഞോളാം. നിങ്ങൾ ഫോണൊന്ന് അവർക്ക് കൊടുത്തേ.
ഇങ്ങ് തന്നെ. ഫോൺ ഇങ്ങ് തരാൻ. ആ അനുപ്പ കുറച്ച് തിരക്കില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ എന്നോട് പറഞ്ഞു. ഹലോ. എന്ത് പണിയായി കാണിച്ചേ? ഹലോ. ഹലോ, നേരത്തെ ആരാ ഫോൺ എടുത്തത്? ഒന്നും പറയണ്ട, സതിച്ചേച്ചിയുടെ ബ്രദറാ. സതിച്ചേച്ചി നാട്ടിൽ നിന്ന് കൊണ്ടാക്കാൻ കൂടെ വന്നതാ. അരുണിന്റെ കോള് വരുമ്പോ ഞാനും സതിച്ചേച്ചിയും കൂടെ പുറത്ത് സംസാരിച്ച് നിൽക്കായിരുന്നു. പുള്ളിക്കാരൻ ചാടിക്കേറി ഫോൺ എടുത്തു. അതൊരു ടൈപ്പാ. എനിക്കറിയാം അരുണിന് ദേഷ്യം വന്നു കാണുമെന്ന്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തുണ്ട് വിശേഷം? ഞാൻ വെറുതെ വിളിച്ചതാ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഓക്കെ. ശരി. ഇനി എന്റെ ഫോൺ എടുക്കരുത്. എനിക്ക് വേണ്ട. താനിത് കഴിച്ചേ. ഈ കോൾ ഞാൻ എടുക്കാം. ഹലോ സലീമിക്ക, ഞാൻ വന്നോണ്ടിരിക്കുക. JK അപ്പാർട്ട്മെന്റ്സ്, വെങ്കടേശ്വരൻ സാലൈ, പെരിയാർ നഗർ. ശരിയല്ലേ? ആ, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ സലീമിക്ക. ആരായിരുന്നു? അതിപ്പോ അറിയണ്ട. റിലാക്സ് ആവാൻ വേണ്ടി ജ്യൂസിൽ ഒരു പെഗ് ഒഴിച്ചിരുന്നു. എങ്കിലൊരു ഡ്രിങ്ക് കൂടി താ, ഞാൻ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആവട്ടെ. അവിടെ വെച്ചേക്ക്, ഞാൻ ചെയ്തോളാം. ആ കൈ വെറുതെ നനയ്ക്കണ്ട. അത് സാരമില്ല, എങ്കിലും കുറച്ച് കടന്നുപോയി. എന്നെ കുടിപ്പിച്ചിട്ടല്ലേ? ആ, പോകുന്നില്ലേ? അല്ല, ഉച്ചയ്ക്ക് പോകുമെന്ന് പറഞ്ഞ ആളല്ലേ? എന്തു പറ്റി? അല്ല, ഞാൻ നാളെ പോവും. വേണ്ട, 2-3 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. 3 ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തോളാം. ഈ ഷൂട്ടിങ്, അഭിനയം എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാണോ? ഞാനത് വെറുതെ പറഞ്ഞതാ. കേട്ടപ്പോഴേ എനിക്കത് തോന്നി. ഞാൻ സഹായിക്കണം. വേണ്ട വേണ്ട, അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മറന്നോ നീ എന്നെ, മറന്നോ നീ, മറന്നോ നീ എല്ലാം, മറന്നോ നീ, Surya മറന്നോ that നീ crashed into a truck എന്നെ, managed to flee the scene in മറന്നോ full നീ. view of the police, but not before abusing everyone present at the site. That accident occurred in Defence Colony late last night. The truck carrying construction rubble
ഇത് രാമസ്വാമി സാറുടെ ഫ്ലാറ്റ് തന്നെ? അല്ല. ആരാ? ഏതോ ഒരു രാമസ്വാമി അന്വേഷിച്ച് വന്നതാ. എന്താ ഇത്? തുറന്നു നോക്ക്. ഇത് ഞാനാണെന്ന് വിചാരിക്കും. എങ്കിലെന്ത് ചെയ്യും? வணக்கம். இந்த ரெவன்யூ டிபார்ட்மெண்ட்டில் வேலை பார்க்குற ராமசாமி சாரோட ஃப்ளாட் எதுன்னு தெரியுமா? தெரியலே. நான் எங்க புதுசு. வேற யாருக்கிட்ட கேட்டு பாருங்க. ഇപ്പം എത്തിയുള്ളൂ. അപ്പാർട്ട്മെന്റിൽ കയറി അമ്മ അവിടെ ആക്കി ലഗേജ് വെച്ചു, പിന്നെ ഇങ്ങോട്ട് വന്നു. നീ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നോ? ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചതിന് ചെലവ് വേണ്ടേ? ഇൻഷുറൻസിന്റെ. നിനക്കിതെന്തു പറ്റി? ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? ഏയ് ഒന്നുമില്ല. ഒരു മിനിറ്റ്. ആ അമ്മേ, ശരി. ആയിക്കോട്ടെ. ശരി അമ്മേ.
ആ ഫംഗ്ഷൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാനും പറ്റിയില്ല. അമ്മ ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ലായിരുന്നു. ഞാനത് പിന്നെയല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? BP കുറഞ്ഞു. നാളെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും. ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാം. ഓ, അത് കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്നുണ്ട്. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിച്ചായിരുന്നു. മിസ് കോൾ കണ്ടിരുന്നു. ഞാൻ സൈറ്റിലായിരുന്നു, അതാ എടുക്കാഞ്ഞേ. എവിടെ പോകുന്നു പറഞ്ഞ സലീമിക്ക ഇറങ്ങിയേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എപ്പോഴാ പോയേ? കുറച്ചു നേരമായി. ഷേ, സലീമിക്ക എന്ത് പണിയായി കാണിച്ചത്? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പുള്ളി ഇവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആകെ മെനക്കേടായി. സലീമിക്ക വരാൻ വൈകും. എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. മറന്നോ നീ എന്നെ, മറന്നോ നീ, മറന്നോ? തിരക്കിലാണോ? എന്തു പറ്റി? ദേ, അഭിനയിക്കാൻ വേണ്ടിയിട്ട് സലീമിക്ക സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാ. ഇതൊന്നേ ഉള്ളൂ? ഇതൊരെണ്ണം പോരെ. ചാനലുകാർക്കൊക്കെ കൊടുത്തു, അവരതിട്ടില്ല. പിന്നെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെട്ടം കണ്ടു. അച്ഛാ, എന്ത് ചെയ്യും? അതെടുക്ക്. അച്ചായ, പിന്നല്ലാതെ. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല. അച്ചായൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവളെന്ത് പറയുന്നു? എന്റെ അടുത്തുണ്ട്. ഞാൻ ഫോൺ ലൗഡിലിട്ടിരിക്കുക. ഹലോ, ഇടയ്ക്കൊന്ന് വിളിക്കണമെന്ന് ഓർത്തതാ. പക്ഷെ കാര്യങ്ങളൊക്കെ ശരിയാവാതെ എങ്ങനെ ഒന്ന് വിളിക്കുന്നേ? ഇപ്പൊ പിണക്കൊക്കെ മാറിയല്ലോ. ഇതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ മാത്രമേ അറിയുള്ളൂ. അതാ എന്റെ സമാധാനം. ഓ, അച്ഛന് ആശ്വാസമായി. ഇനി അങ്ങ് ചത്താനും വേണ്ടില്ല. ഈ കൊച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കരക്കിങ് അടുത്തല്ലോ. എവിടെ സലീം? എവിടെ? ഒന്ന് കൊടുത്തേ. ആ, പുള്ളിക്കാരൻ തനി സ്വഭാവം കാണിച്ചു. ഞാൻ വന്നപ്പോ ആള് ഇവിടെ ഇല്ല. അവരോടെ പോയി. അത് സലീമിനോട് തന്നെ ചോദിക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യോ ചായ? അവനെ കണ്ടിട്ട് നീ എവിടെ ഇറങ്ങിയാ മതി. ഇനി എത്ര വൈകിയാണെങ്കിലും. ഓക്കെ. പിന്നെ ഈ 5 മാസം കൊണ്ട് തന്നെ ചെന്നൈയിലെ ജീവിതം മടുത്തു. നാട്ടിൽ വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഈ ചെന്നൈയിലേക്ക് വന്നത്? എന്ത് പറയാനാ, വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ. നാട്ടിൽ ഞാൻ നിന്നാ ചീത്തയായി പോകുന്ന വീട്ടുകാർ പറയുന്നേ. നന്നാവാനുള്ളവർ എവിടെ നിന്നാലും നന്നാവും. മെറൈൻ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ നല്ല വെയിറ്റ് ഒക്കെയാ. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എഞ്ചിനീയറിംഗേ ഇഷ്ടമല്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം പാകത്തിന്, ഉപ്പും എരിവും. എന്ത് പറയാനാ, ഹോസ്റ്റലിലെ ഫുഡാണെങ്കിൽ വായി വയ്ക്കാൻ കൊള്ളത്തില്ല. പിന്നെ ആകെ കിട്ടുന്നൊരു സൺഡേ പുറത്തു പോയി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചാൽ മല്ലിയിലെയും പുതിനയിലെയും പെറുക്കി കളയുമ്പോഴേക്കും ഷോർ ലീവ് അങ്ങ് തീരും. കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. എത്ര നേരമായി ഇത്? ഇങ്ങനെ പ്ലാനും വരച്ചോണ്ടിരുന്ന നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റും. എന്ത് പ്ലാനിങ്? അല്ല,
സലീമിക്ക വന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നേ? ഇനി സലീമിക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ? ഇനിയിപ്പോൾ സലീമിക്ക വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കഴിക്കാൻ നോക്ക്. കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കണം. അതാ എനിക്കിഷ്ടം. ജെയ്സന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അല്ല, അവിടെ ആയിരിക്കുമ്പോഴിങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാറുണ്ട്. പെങ്ങന്മാരൊന്നും കിച്ചണിൽ കയറാറില്ല. വീട്ടിൽ മമ്മി ഉള്ളതുകൊണ്ട് സമയത്തിന് ഫുഡ് കിട്ടും. പിന്നെ വീട്ടിലിതേ ഈ പാലുകൂടി ഇല്ല. നിന്നോട് ഇനി ഒരു കമ്പനിയില്ല. നീ ആള് ശരിയല്ല. പണി കഴിയാൻ ഇനി എത്ര നേരം എടുക്കും? കുറച്ചു നേരം കൂടി എടുക്കും. നീ എന്ത് പണിയുടെ കാര്യമായി പറഞ്ഞു? എനിക്കിവിടെ ഒരു പണിയില്ല. ഈ പണി വലിയ ബുദ്ധിമുട്ടല്ലേ? ഇനി ഉറക്കം കളഞ്ഞ് പണിയെടുക്കേണ്ടി വരുമോ? ജെയ്സൺ ഉറക്കം വരുമ്പോ ഉറങ്ങിക്കോ. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് തരാന്ന് പറഞ്ഞത് എവിടെ? അതിപ്പോ ബുദ്ധിമുട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ തരാന്ന്. കഴിഞ്ഞ മാസം ചേട്ട അയച്ചു തന്നതാ. ഈ മാസം പിന്നെ ഒരു മൊബൈൽ ചോദിക്കുന്നത് എങ്ങനെയാ? എനിക്കാന്ന് പറയും. എന്നിട്ട് വേണം. നീ ഇപ്പൊ എവിടാ? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. വെള്ളമടിയാ? നിന്റെ മുഖം കണ്ടാൽ അങ്ങനെ തോന്നും. അതെ, എന്റെ മുഖം കണ്ട വെള്ളമടിച്ച പോലെ തോന്നും. ഹലോ, ഞാൻ ഉറങ്ങിപ്പോയി. അല്ല, സത്യമായിട്ട് ഞാൻ ഉറങ്ങിപ്പോയതാ. സോറി. 4-5 തവണ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ 11 മണി കഴിയാതെ നിന്നോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നടക്കും. നീ വാ. ഞാനല്ലേ പറയുന്നേ. എവിടാ? ബസ് സ്റ്റോപ്പിലോ? ഓക്കെ, ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം. JK അപ്പാർട്ട്മെൻറ്റ്സ്, വെങ്കടേശ്വരൻ സാലൈ, പെരിയാർ നഗർ. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങ് പോര്. ഫ്ലാറ്റിന്റെ പേര് പറഞ്ഞാൽ മതി. ആരെ? ഓക്കെ. എങ്കിൽ എന്ത് പണിയായി കാണിച്ചത്? എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? ഞാനൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ. വെറുതെ കണ്ണടച്ച കൂർക്കം മരിക്കോ? ചായ എടുത്തു കുടിക്ക്. ദേ ഇവിടെ ഇരിപ്പുണ്ട്. എത്തിയോ? ആരുടെ ഫ്ലാറ്റാ ഇത്? എന്റെ ഒരു കസിന്റെയാ. വാ.
അകത്തേക്ക് വാ. ഒരു ഗസ്റ്റ് ഉണ്ട്. നീ ഇരിക്കേ, ഒരു ചായ എടുക്ക്. എനിക്കൊന്നും വേണ്ട. അവൾ അങ്ങനെയൊക്കെ പറയും. നീ ഒരു ചായ എടുക്ക്. വേണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പോണം. ഫ്രണ്ട്സ് അറിഞ്ഞ പ്രശ്നമാവും. എന്ത് പ്രശ്നം? നീ ഒന്ന് വെറുതെ ഇരുന്നേ. നിന്റെ കൂട്ടുകാരികൾ ഇതിപ്പോ എങ്ങനെ അറിയാനാ? കസിൻ ഇപ്പൊ പോവും. പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവൂ. എത്ര നാളായി കൂട്ടുകാരികളുടെ ശല്യമില്ലാതെ നിന്നോടൊന്ന് തനിച്ച് സംസാരിച്ചിട്ട്. അതിനിപ്പോ ഫോണിൽ സംസാരിക്കല്ലോ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. പോണമെങ്കിൽ പോവാം. ആ ചേച്ചി എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചായ. ഇത് പ്രിൻസി. ഞാൻ പറഞ്ഞിരുന്നില്ലേ? സെന്റ് ജോസഫിലല്ലേ പഠിക്കുന്നേ? യൂണിഫോം കണ്ടപ്പോഴേ തോന്നി. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇനിയിപ്പോ നമുക്ക് ഒരുമിച്ചിറങ്ങാം. ഇപ്പൊ തന്നെ ലേറ്റായി. ഞാനും ആ വഴിക്കാ. അവൾക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉള്ളൂ. ഇനി നിന്ന് ലേറ്റ് ആവാതെ വേഗം പോവാൻ നോക്ക്. ഇല്ലില്ല, ഓക്കെ. സിക്ക് ലീവ് ആന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ വരച്ച് തീർത്തോളാം. ഡയഗ്രാം കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഉവ്വ്, ഞാനത് ഫിനിഷ് ചെയ്തോളാം. ഏയ്, എന്താ ഇത്? എന്തു പറ്റി? ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞേ? ഞാൻ പോവാ. ഞാൻ പറഞ്ഞത് കേട്ടോ? ആ ചേച്ചി പോവാത്തേന് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ ഈ ഒടുക്കത്തെ പേടി കാരണം ഇതല്ല. അല്ലെങ്കിൽ വല്ല ഹോട്ടലിലോ മറ്റോ മുറി എടുക്കാമായിരുന്നു. പിന്നെ ഇവിടെ തന്നെ വന്നത് പേടിച്ച. എങ്ങാനും വീട്ടിലറിഞ്ഞ പപ്പയും മമ്മിയും എന്നെ കൊല്ലും. വിളിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. 2-3 ആഴ്ച പിണങ്ങിയിരിക്കാൻ. പിന്നെ അത് മതി. കസിനോട് എന്നെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന്. എന്തിനാ ഇപ്പോഴേ എല്ലാവരോടും അങ്ങനെയൊക്കെ പറയുന്നേ? അവളോട് ഞാൻ ഒന്നും ഒളിച്ചു വെക്കാറില്ല. എല്ലാം ഞാൻ തുറന്നു പറയും. ചേച്ചി എത്ര നാളായി ഇവിടെ? 6 മാസമായി. വേറെ ആരൊക്കെയുണ്ട്? ഇവിടെയോ അതോ വീട്ടിലോ? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നാട്ടിൽ പോയിരിക്കുക. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? എനിക്കിതൊക്കെ അരിഞ്ഞു വെക്കാനല്ലാതെ പ്രിപ്പയർ ചെയ്യാനൊന്നും അറിയില്ല. ഒറ്റയ്ക്കാവുമ്പോൾ എല്ലാം പഠിച്ചു പോവും അല്ലേ ചേച്ചി? പ്രിൻസി ഇപ്പൊ +2 അല്ലേ? ആ. എൻട്രൻസ് ഒന്നും നോക്കുന്നില്ലേ? എനിക്ക് ടീ ഫാമിന് ചേർന്നാൽ മതി. വീട്ടിലാരൊക്കെയുണ്ട്? പപ്പയും മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. പപ്പയും മമ്മിയും RDPയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ മോളാണല്ലേ? ജെയ്സന് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിക്ക് ജെയ്സനെ എത്ര നാളായിട്ട് അറിയാം? 1.5 വർഷമായി. പ്രിൻസി വരുന്നു. തൊലി വിളിച്ചാ മതി. ജെയ്സനുമായിട്ട് എങ്ങനെ പരിചയം? ജെയ്സന്റെ ഹോസ്റ്റല് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. ഈ ക്ലാസ് കട്ട് ചെയ്യുന്നത് സ്ഥിരം ഏർപ്പാടാണോ? ഏയ്, ഞാനിത് ആദ്യമായിട്ടാ. നമുക്ക് പറ്റിയ ചില മണ്ടത്തരങ്ങളെ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ആയിട്ട് മറ്റുള്ളവരോട് പറയും. പക്ഷേ ഈ മണ്ടത്തരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി നടക്കുന്നത് അതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസാ. മനസ്സിലായോ? ഇല്ല,
ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ഇവന്റെ കൂടെ നടന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ നിന്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഏതായാലും ഇങ്ങനെയായി. ഇനി ഇത് ആവർത്തിക്കരുത്. ആ സവാള പൊളിച്ചു കഴിഞ്ഞെങ്കിൽ അതേം കട്ടി. പ്രിൻസി കൊള്ളാം. ഇതെന്താ കുക്കറി ക്ലാസ്സോ? ആ അറിയാവുന്നതെല്ലാം പഠിപ്പിച്ചേരെ, ആവശ്യം വരും. സവാള അരിഞ്ഞ് പെണ്ണിന്റെ മുഖമൊക്കെ അങ്ങ് ചോന്നല്ലോ. ചുമ്മാ ഇരുന്നേ. രണ്ടുപേരും ഒന്ന് ഇറങ്ങിപ്പോയേ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. അല്ല ചേച്ചി, ഞാൻ ചെല്ലിയല്ലേ. കുറച്ച് വെള്ളം ആ ഫ്രിഡ്ജിലുണ്ടാവും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്കൊരു ഫ്രീസർ വേണം. വാങ്ങ മേഡം, വാങ്ങല.
പണികളൊക്കെ കഴിഞ്ഞോ? ഞാൻ അലക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണെന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ നീ നേരത്തെ ജോലികളൊക്കെ ഒന്ന് തീർക്കാൻ നോക്ക്. അലക്കാനുള്ള തുണികളൊക്കെ അങ്ങനെ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാക്കല്ലേ, അത് നശിച്ചു പോത്തേ ഉള്ളൂ. ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് പോയതാ, ദേ ഇപ്പോഴാ വന്നത്. എന്നിട്ട് നീ എഴുന്നേറ്റതോ? ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകി. അത് നിന്റെ സ്ഥിരം പതിവാണല്ലോ. നിന്റെ കൂട്ടുകാരത്തി വന്നില്ലയോ ഇതുവരെ? ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് മെലിഞ്ഞു. അച്ചായന് വെറുതെ തോന്നുന്നത്. വെറുതെ ഒന്നുമല്ല, ആകെപ്പാടൊരു ക്ഷീണമുണ്ട്. അല്ല, അകത്തോട്ട് കയറാലോ അല്ലേ? ജയ്സ, ജയ്സ, എടാ ജയ്സ. ജെയ്സൺ ഇവിടെ ഇല്ല. ആ, അവൻ ഇത് എന്നാ പണിയായി കാണിച്ചേ? സലീം വരുന്നവരെ ഇവിടെ കാണണമെന്ന് ഞാൻ അവനോട് പറഞ്ഞതല്ലായിരുന്നു? സലീമിനെ അന്വേഷിച്ച് പോയത്. സലീം ചാൻസിന് വേണ്ടി ഏതോ ഡയറക്ടറെ കാണാൻ കോടമ്പാക്കത്ത് വെയിറ്റ് ചെയ്യേ. അത് ശരി, അതെന്നതായാലും നന്നായി. എനിക്ക് കൊച്ചിനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ സലീമിനെ അങ്ങനെ അങ്ങ് കയറൂരി വിടരുത്. കൊച്ചിന് പിടികിട്ടിയോ? ആ, എനിക്കറിയാം കൊച്ചിന് നല്ല ബുദ്ധിയുണ്ട്. അല്ല, ഇതെന്നത്തിനാ ഇത്രയും വലിയ ഫ്രീസർ ഇവിടെ? ഇവിടെ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. ഓഹോ. അവരിപ്പോ ലീവില്ല. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് ഈ മെഡിസിൻസിന്റെ ഡീലർഷിപ്പാ. അപ്പൊ അത് സൂക്ഷിക്കാൻ വേണ്ടിട്ടാ. അത് ശരി. ഇന്നിപ്പോ ഒരു ഫ്രീസറും കൂടി വരും. ഓ, ഞാനത് വിളിച്ചു പറയാൻ വേണ്ടി മറന്നു. ഇപ്പോഴാ ഓർത്തത്. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ? ആയിക്കോട്ടെ. ആ, മേടിച്ചോ? ഒരു സാരിയാ. വെറും കൈയോടെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്നേ? എടുത്തു നോക്ക്. ആ, ഒന്ന് എടുത്തു നോക്കുന്നേ. ഇഷ്ടപ്പെട്ടോന്ന് അറിയാലോ. പിടിക്ക്. താങ്ക് യു. ഓക്കെ. ശരി. സാരി ഉടുക്കുമ്പോഴാ പെമ്പിള്ളാർക്കൊരു ഭംഗി, അല്ലയോ? അച്ഛൻ കഴിക്ക്. ആ, ആദ്യം മധുരത്തിൽ തുടങ്ങാം അല്ലേ?
നിർത്ത്. പിന്നെ ഇവളുടെ ചുണ്ടിന് കൊടുക്കണം കാശ്. കൊടുക്കൂല. എന്നെ കൂടി ചേർത്തെടുക്കടാ. എടുക്കാം. കൊള്ളാമോ? അച്ഛൻ വെയിറ്റ് ചെയ്യും. ഇത് നമുക്ക് അച്ഛൻ്റെ കെട്ടിയോളം ഒന്ന് കാണിച്ചു കൊടുത്താലോ? അത് വേണ്ട, അത് വേറെ. ആ അവനെത്തി. ഇതാരാ? എടാ, ഇത് അനു ജോർജ്, എന്റെ അയലത്തുകാരിയാ. ആ പരിചയം വെച്ച് ഇച്ചായന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. ഞങ്ങളങ്ങ് പൊക്കി. ഇച്ചായ പൊടി കലക്കി കൊടുത്തതിന്റെ പവർ തീർന്നു തുടങ്ങിയെന്നാ തോന്നുന്നേ. ഞാൻ തുടങ്ങട്ടെ. നീ പിടിക്ക. പ്രശ്നമാവൂ. ഈ ക്ലിപ്പ് കാണിച്ചൊന്ന് വരട്ടിയാ ഇവൾ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അച്ചായ മാറിക്കോ. കൊണ്ടുപോയാ റോഡോണ് കയറ്റി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഒരു 4 മണിയാകുമ്പോൾ നമുക്കിങ്ങ് പറഞ്ഞു വിടാം. ഇപ്പം എത്തിയുള്ളൂ. അപ്പാർട്ട്മെന്റിൽ കയറി അമ്മ അവിടെ ആക്കി ലഗേജ് വെച്ചു, പിന്നെ ഇങ്ങോട്ട് വന്നു.
നീ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നോ? ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചതിന് ചെലവ് വേണ്ടേ? ഇൻഷുറൻസിന്റെ. നിനക്കിതെന്തു പറ്റി? ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? ഒന്നുമില്ലേ. ഒരു മിനിറ്റ്. ആ അമ്മേ, ചെന്നൈയിലോ? എനിക്ക് ഞാൻ ഏറ്റു. അഡ്രസ് പറയും. അതൊക്കെ തരാം. ആദ്യം ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. എവിടാന്നെങ്കിലും പറയേ. ഞാൻ പോയി ശരിയാക്കിയിട്ട് നിന്നെ വിളിക്കാടാ. ശരി. ഒറ്റയ്ക്ക് പോയി അത് റിസ്ക് അല്ലേ? ഒരു റിസ്കും ഇല്ല. അനു ജോർജിനെ ഞാൻ ഈ കൈവെള്ളയിൽ ഒതുക്കി നീ വരുമ്പോ കാണിച്ചു തരാം. അവളുടെ മറ്റേ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും കയ്യിലുണ്ടല്ലോ.
എനിക്കൊരു വണ്ടി വേണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോടൊപ്പം ഒന്ന് വരണം.
ഇനിയിപ്പോ ട്രെയിൻ വരാൻ അധിക സമയമില്ല. ഞാൻ പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊക്കോളാം. ഞാൻ പോകുന്നു. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? താങ്ക്സ് എല്ലാറ്റിനും. കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം മറക്കണം. പനി നീനവേ സോകക്കനവുകളേ അടുപ്പാട് നിன்று താങ്കളകേ പനി നീനവേ സോകക്കനവുകളേ നിன்று താങ്കളകേ True love never dies. നീതാനും സോറി. ഇറ്റ്സ് ഓക്കെ. എക്സ്ക്യൂസ് മീ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് മീര മേനോനല്ലേ? എനിക്ക് ഫേസ്ബുക്ക് ഐ ഡി ഇല്ലല്ലോ. അല്ല, ഇനിയും തുടങ്ങാലോ. ഞാൻ വിജയ് മാധവ്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്, മതിയോ? ഓക്കെ, ഒരു സെക്കൻഡ്. എന്താ എന്തു പറ്റി? അല്ല, ടി ബി റോഡിൽ എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്താ, കയറിക്കോ. അമ്മേ ഈശ്വര പണി.